നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും വലിയ സംഘർഷത്തിന്റെ വക്കിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമാകുമ്പോൾ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. അടുത്തിടെ സൗദി അറേബ്യയിലെ അൽഖർദ് നഗരത്തിന് സമീപത്തേക്ക് ഇറാൻ അയച്ച 3 ക്രൂയിസ് മിസൈലുകൾ സൗദി പ്രതിരോധ സംവിധാനം തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ അമേരിക്കൻ എംബസിയിൽ അതീവ ജാഗ്രത തുടരുകയും കുവൈറ്റ് ഭക്ഷ്യ കയറ്റുമതി താൽക്കാലികമായി നിരോധിക്കുകയും ചെയ്തതും പ്രദേശത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വത്തിന്റെ സൂചനകളാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പുതിയതല്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പശ്ചിമേഷ്യയിൽ ശക്തിപ്രതാപം ഉറപ്പിക്കാൻ ഇരു വിഭാഗവും നടത്തുന്ന നീക്കങ്ങൾ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതി, ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം, ഇറാൻ പിന്തുണയുള്ള പ്രോക്സി സംഘടനകളുടെ പ്രവർത്തനം തുടങ്ങിയവയാണ് പ്രധാന സംഘർഷ കാരണം. അമേരിക്കയുടെ സൈനിക നടപടികൾക്ക് മറുപടിയായാണ് ഇറാൻ ഗൾഫ് മേഖലയിൽ ആക്രമണ ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രധാന സുരക്ഷാ കൂട്ടാളികളാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയും ഖത്തറും മേഖലയിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യത്തിന് വലിയ പിന്തുണ നൽകുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾ ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാൻ ഇടയാക്കിയത്. സൗദിയിലേക്കുള്ള മിസൈൽ ആക്രമണ ശ്രമം ഈ സാഹചര്യത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. മിസൈലുകൾ തകർത്തുവെന്ന് സൗദി അധികൃതർ അറിയിച്ചുവെങ്കിലും ഈ സംഭവം ഗൾഫ് മേഖലയിലെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള ആശങ്കകൾ പിന്നെയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ നേരിട്ട് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ നിരവധി തന്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, അമേരിക്കയുമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇറാന്റെ ശ്രമം. രണ്ടാമതായി, ഈ രാജ്യങ്ങളിൽ ഭീതിയും അനിശ്ചിതത്വവും സൃഷ്ടിച്ച് അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ പ്രാധാന്യം ചോദ്യം ചെയ്യാനുള്ള ശ്രമവും ഇതിന്റെ പിന്നിലുണ്ടാകാം. ഇനി മൂന്നാമതായി, ഈ മേഖലയിൽ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും തടസ്സപ്പെടുകയാണെങ്കിൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലും വലിയ ആഘാതമുണ്ടാക്കും. അത് വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കടക്കാതെ യുദ്ധത്തിനെ ആരംഭദശയിൽ തന്നെ തടയാൻ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ നിർബന്ധിതമാക്കും. ഒരു പരിധിവരെ യുദ്ധം തുടരാതിരിക്കാൻ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേലുള്ള സമ്മർദ്ദവും വർദ്ധിപ്പിക്കുമെന്നതാണ് വാസ്തവം. കുവൈറ്റ് ആക്രമിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് കുവൈറ്റ് ഭക്ഷ്യ കയറ്റുമതി നിരോധിച്ചതെന്നത് ശ്രദ്ധേയമായ തീരുമാനം. യുദ്ധ സാഹചര്യങ്ങളിൽ ആദ്യം ബാധിക്കപ്പെടുന്നത് വിതരണ ശൃംഖലകളാണ്. അതിനാൽ ആഭ്യന്തര ആവശ്യങ്ങൾ മുൻനിർത്തി ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കുന്നത് പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികളിൽ ഒന്നാണ്. ഇത് യുദ്ധഭീഷണി എത്രത്തോളം ഗൗരവമാണ് എന്ന് സൂചിപ്പിക്കുന്നതുമാണ്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു നീണ്ടു നിൽക്കുന്ന പരിപൂർണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഉടൻ നീങ്ങുമെന്ന് ഉറപ്പില്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പലപ്പോഴും പരിമിതമായ യുദ്ധ രീതിയിലായിരിക്കും. ഇരു വിഭാഗങ്ങളും നേരിട്ട് വലിയ യുദ്ധത്തിലേക്ക് കടക്കുന്നത് വലിയ നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടാക്കുമെന്ന് അറിയുന്നതിനാൽ നിയന്ത്രിതമായ പ്രതികരണങ്ങളാണ് സാധാരണയായി കാണുന്നത്. ഇറാൻ പലപ്പോഴും പ്രോക്സി സംഘർഷങ്ങളിലൂടെയോ പരിമിതമായ ആക്രമണങ്ങളിലൂടെയോ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത്. ഇനി ഈ യുദ്ധ സാഹചര്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് നിരവധി ഘടകങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിയന്ത്രിത പ്രതികരണങ്ങളിലേക്ക് മാറുമോ എന്നതാണ് പ്രധാന ചോദ്യം. അതുപോലെ ഇറാൻ നേരിട്ട് കടുത്ത യുദ്ധമുറകളിലേക്ക് കടക്കുമോ, അല്ലെങ്കിൽ പരോക്ഷമായ ആക്രമണങ്ങളിലൂടെ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രതിരോധം തുടരുമോ എന്നതും നിർണായകമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലും ഇതിൽ നിർണായകമായ പങ്ക് വഹിക്കും. പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളിൽ നയതന്ത്ര ഇടപെടലുകളാണ് വലിയ യുദ്ധങ്ങളെ തടയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനകളും ഇടപെട്ട് ഇരു വിഭാഗങ്ങളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ ആഘാതം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വലിയ ശക്തികൾ ഇടപെടുന്നത് സാധാരണയാണ്. അതിനാൽ നിലവിലെ സാഹചര്യം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് കടക്കാനുള്ള വഴിയല്ല എങ്കിലും അതീവ അപകടകരമായ അവസ്ഥയാണ് എന്ന് പറയാം. പരിമിതമായ സൈനിക ഏറ്റുമുട്ടലുകളും പ്രോക്സി ആക്രമണങ്ങളും തുടർന്നേക്കാം. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ലോകം മുഴുവൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്ന വിഷയമായി തുടരുകയാണ്.